സാമൂലച്ചായൻ്റെ സാമൂഹ്യ മലിനീകരണം തൽക്കാലം രാജ്യം തടഞ്ഞു. എപ്പോഴും കള്ളം പറഞ്ഞ് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യമായി യുദ്ധം ചെയ്യുമ്പോൾ ആ സമയത്തും കള്ളം പറഞ്ഞ് ആളുകളെ ത്രസിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും രാജ്യത്ത് ആരെല്ലാം സത്യം പറയുന്നോ അവരെയെല്ലാം 24/7 തെറി വിളിക്കുകയും അവരെയൊക്കെ രാജ്യദ്രോഹികളാക്കുകയും ഒക്കെ ചെയ്യുന്ന സാക്ഷാൽ സാമൂലച്ചായൻ്റെ ഈ ഗീർവാണ പ്രഭാഷണത്തിനാണ് കഴിഞ്ഞ ദിവസം രാജ്യ സർക്കാർ തടയിട്ടത്, അടച്ചു പൂട്ടിയത്, തടഞ്ഞത്, വിലക്കിയത്. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെയൊക്കെ വിശേഷിപ്പിച്ചത് അൽ ജസീറയുടെ കൊല്ലം വാർഡ് ലേഖകൻ എന്നൊക്കെ പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ ഈ തടയൽ അല്ലെങ്കിൽ ഈ പറയുന്ന പൂട്ടൽ കേവലം സാമൂലച്ചായനേക്കാൾ ഇതിൽ ആവേശം കൊള്ളുന്ന ഇയാൾ എന്ത് സംഗതികളും കള്ളം പറഞ്ഞാൽ അത്തരം കള്ളങ്ങളിൽ വല്ലാതെ വിശ്വസിച്ച് ആറാടുന്ന ഭ്രമിക്കുന്ന എല്ലാവർക്കും കൂടി ബോധ്യപ്പെടേണ്ടതാണ്. സത്യങ്ങളാണ് സംസാരിക്കേണ്ടത്. ആ സത്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സത്യങ്ങളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത സത്യങ്ങളുണ്ടാവും. എന്നാൽ അതിന് പകരം ഒരു രാജ്യം എല്ലാ സങ്കീർണതകളോടും കൂടി എല്ലാ വെല്ലുവിളികളോടും കൂടി കരുത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് ശത്രു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാണ് അന്താരാഷ്ട്ര കാര്യങ്ങളെല്ലാം അറിയാവുന്ന, വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ധാരണയുള്ള, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഏതെങ്കിലും ഒരു മുറിയിലിരുന്ന് വിചാരിച്ച് തട്ടി അടിച്ച് പറത്തി കോരി വാരി അടിച്ചാണ് അങ്ങോട്ട് കത്തിച്ച് വിട്ടുകൊടുക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സൈക്കോളജിയിലൊരു വർത്തമാനമുണ്ട്. നമ്മൾ ഈ എല്ലാവരോടും ഒരു കള്ളം പറഞ്ഞങ്ങ് ഇരുന്നാൽ അവസാനം നമ്മളോട് തന്നെ നമ്മൾ കള്ളം പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഈ ചില സ്ഥലത്തൊക്കെ ഒരു കഴിവുമില്ലെങ്കിലും ഞാൻ കഴിവുള്ളവനാണെന്ന് എല്ലാവരോടും പറയാനും പറയിപ്പിക്കാനും ഏർപ്പാട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് തോന്നും നമ്മൾ അങ്ങനെയാണോ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി സാമൂലച്ചായൻ്റെ കാര്യം. ഒരു നുണ ഫാക്ടറി, വിദ്വേഷ ഫാക്ടറി, അസത്യപ്രചരണ വേദി, അതൊക്കെ മാധ്യമപ്രവർത്തനം എന്ന പേരിൽ ഉപയോഗിച്ച് ഒരു സമൂഹത്തിലാകെ വിദ്വേഷം പടർത്തി ഇതെല്ലാം നേരിട്ടവനാണ് ഈ കെ ജോസഫ്, ഇതിനപ്പുറവും ചാടിക്കറന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രചരിപ്പിച്ച് മുന്നേറിയപ്പോഴാണ് ദേ പൂട്ടിട്ട് താൽക്കാലികമായി തടഞ്ഞത്. ചിലപ്പോൾ തിരിച്ച് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടത്തില്ലായിരിക്കും. ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനൊക്കുന്നതല്ല, നമ്മുടെ പ്ലാറ്റ്ഫോമിലല്ല, നമ്മളല്ല ചെയ്യുന്നത്. പക്ഷേ സ്വന്തം രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ അതിനെ ഒറ്റിക്കൊടുക്കുകയും അതിനെ ദുർബലപ്പെടുത്തുകയും അതിനെക്കുറിച്ച് കള്ളവും വിദ്വേഷവും പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ക്രൂരമായ ഒരു രാജ്യദ്രോഹവും ഒരു വിനോദവുമാണത്. ഏതായാലും അത് പൂട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒരു തിരിച്ചറിവായി മാറണം. അയാൾക്കത് മാറുമെന്ന് എനിക്ക് തോന്നലൊന്നുമില്ല, പക്ഷേ കേൾക്കുന്നവർക്കെങ്കിലും അതുണ്ടാവണം. എന്തെന്ന് വെച്ചാൽ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് ആവേശോജ്വലമായി അസത്യങ്ങളും ഇല്ലാ കഥകളും പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നൊരു വിഷയത്തിൽ ആരെങ്കിലും സത്യം പറയുമ്പോൾ ഒക്കെ ആക്രോശിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് ഒരു സന്ദേശമായി കൊടുക്കണം. അതിനുകൂടിയാണ് സാമൂലച്ചായൻ്റെ ഈ സംഗതി പൂട്ടിപ്പോയത്. പൂട്ടിയപ്പോൾ അത് മാത്രമല്ല അദ്ദേഹം പൂട്ടിയത്, അദ്ദേഹത്തിൻ്റെ FB പേജും അദ്ദേഹം ലോക്ക് ചെയ്ത് കളഞ്ഞു. കാരണം അതിനടിയിൽ ചെന്ന് ഇന്നലകളിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചവരും അല്ലാത്തവരുമായ മനുഷ്യർ പൊങ്കാല ഇടാൻ തുടങ്ങിയപ്പോഴാണ് അതും അദ്ദേഹം പൂട്ടിയത്.